മസാല നിറച്ചിട്ടുണ്ടാക്കുന്ന ഒരു പൊറോട്ടയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഈ പൊറോട്ട ഞാൻ മൈദയും ഗോതമ്പും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് രാത്രിയിൽ ഡിന്നറിന് ഇത് മാത്രം കഴിക്കാം, കറിയുടെ ഒന്നും ആവശ്യം വരില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പൊറോട്ടയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ആദ്യം 1 കപ്പ് ആട്ടയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയും കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യാണ് ഞാൻ ചേർക്കുന്നത്. ഡാൽഡ വേണമെങ്കിലും ചേർക്കാം, പക്ഷെ നമ്മൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലത് പശുവിൻ നെയ്യാണ്. അപ്പോൾ പശുവിൻ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും നെയ്യും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു മുട്ട ചേർക്കാം. 4 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ആവശ്യമില്ലാത്തവർക്ക് തൈര് അല്പം കൂടുതൽ ചേർത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒട്ടും അവിടെ ഇവിടെ ഒന്നും കട്ടയൊന്നും പിടിച്ചിട്ടിരിക്കരുത്. നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ബൗളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം മുകളിൽ അല്പം കൂടി നെയ്യ് പുരട്ടി കൊടുക്കാം. എന്നിട്ട് കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെച്ചിരിക്കണം, എങ്കിലേ ഇത് നല്ല പൊറോട്ടയായിട്ട് കിട്ടുള്ളൂ. കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കണം. അതിൽ കുറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ട നന്നായി കിട്ടില്ല. അപ്പോൾ ഒരു 4 മണിക്കൂർ വരെയൊക്കെ വെക്കുകയാണെങ്കിൽ പൊറോട്ട നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞാനിത് ഉണ്ടാക്കുള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു 200 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. ബോണോട് കൂടിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത ഈ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ചിക്കൻ പീസ് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് പോലെ തിരിച്ചു മറിച്ചിട്ട് ഇതിൻ്റെ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം മറ്റേ ഭാഗവും കൂടി നന്നായിട്ട് ഫ്രൈ ആയി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 2 വശവും ഫ്രൈ ആയിട്ടുണ്ട്. എന്നാലും നമ്മൾ ചില ഭാഗങ്ങളൊക്കെ ഫ്രൈ ആവാതെ കിടക്കുന്നുണ്ടാവും. ആ ഭാഗത്തൊക്കെ ഒന്ന് തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഇതിപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം. ചിക്കൻ തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ആദ്യം ഒരു കക്കിരിയുടെ, അതായത് കുക്കുംബറിൻ്റെ പകുതിയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉള്ളിലുള്ള കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മുഴുവൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക്, ഇതിൽ വെള്ളം പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലുള്ള വെള്ളം മുഴുവൻ ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. അല്ലെങ്കിൽ നമ്മളിത് പൊറോട്ടയ്ക്കുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാൻ പറ്റില്ല, വെള്ളം കയറിയതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് ഈ കുക്കുംബറിലുള്ള വെള്ളം മുഴുവനായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് എടുക്കുക. അതിനുശേഷം നമുക്കൊരു ചെറിയ ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞെടുക്കാം. ഈ ക്യാരറ്റും മല്ലിയിലയും നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച കുക്കുംബറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ എല്ലൊക്കെ കളഞ്ഞൊരു മിക്സിയുടെ ജാറിൽ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച വെജിറ്റബിൾസിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഒരു 1/4 ടീസ്പൂൺ വരെ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിവിടെ മാറ്റി വെക്കാം. നമ്മളിപ്പോൾ പൊറോട്ടയ്ക്ക് കുഴച്ചിട്ട് ഒരു 4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പരത്തിയെടുക്കണം. അതിനുവേണ്ടി ഇതുപോലെ ഒരു പലകയിൽ അല്ലെങ്കിൽ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിലോ മറ്റോ ഇതുപോലെ വെളിച്ചെണ്ണ ഒന്ന് പുരട്ടിയതിന് ശേഷം നമ്മൾ കുഴച്ച മാവിൽ നിന്നും ഒരു ചപ്പാത്തിയുടെ അത്രയും അളവിലുള്ള മാവ് എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഇങ്ങനെ നീളത്തിലൊന്ന് ഉരുട്ടുക. ഇതുപോലെ നീളത്തിലൊന്ന് ആക്കിയെടുത്തതിന് ശേഷം ഈ പലകയിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം നീളത്തിലൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ നല്ല നീളത്തിൽ പരത്തിയതിന് ശേഷം വീണ്ടും ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗവും ഒന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് നേരിയതായി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് പരത്താം. വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ പരത്താൻ എളുപ്പമായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല നീളത്തിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ അറ്റത്തുനിന്ന് ഒരല്പം വിട്ടിട്ട് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ വെച്ച് കൊടുക്കുക. അതിനുശേഷം 2 സൈഡിൽ നിന്നും ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ആദ്യം മസാല ഉള്ളിലാവുന്ന വിധത്തിലൊന്ന് കവർ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. നല്ല ടൈറ്റായിട്ട് പറ്റുന്നത്രയും ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കുക. ഇടയിൽ അല്പം വെളിച്ചെണ്ണ ഇതുപോലെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലെയറായിട്ട് കിട്ടും. വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം വീണ്ടും റോൾ ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് അമർത്തിയതിന് ശേഷം നമുക്കിത് പൊറോട്ട നമ്മൾ സാധാരണ പൊറോട്ട ചുരുട്ടി വെക്കില്ലേ, അതുപോലെ ഒന്ന് ചുരുട്ടി വെക്കാം. ചുരുട്ടിയിട്ട് അറ്റം താഴത്തേക്കാക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 4 പൊറോട്ട ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ പൊറോട്ട ചെയ്യുന്നത് പോലെ തന്നെ ചുരുട്ടിയതിന് ശേഷം ഒന്നുകൂടി പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ പലകയിൽ വെച്ച് ആദ്യം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം പതുക്കെ ഈ റോളർ ഉപയോഗിച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പതുക്കെ ചെയ്യണം. ഇതിൻ്റെ ഉള്ളിലുള്ള മസാല പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് പൊട്ടിയിട്ട്. അപ്പോൾ പതുക്കെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. കൂടുതൽ നേർത്തതാക്കണ്ട, കാരണം ഇതിൽ മസാലയൊക്കെ പുറത്തേക്ക് വരും. ഒരല്പം കട്ടിയുള്ള അല്പം തിക്കായിട്ടുള്ളൊരു പൊറോട്ട ആക്കിയിട്ട് പരത്തിയെടുക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പരത്തിയ പൊറോട്ട വെച്ച് കൊടുക്കാം. ഒരെണ്ണം കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. വലിയ തവയാണെങ്കിൽ 3-4 എണ്ണമൊക്കെ ഒരുമിച്ച് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിവിടെ അടച്ച് വെക്കുകയാണ്. ഞാനിതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഈ പൊറോട്ട ഉണ്ടാക്കുന്നത്. കാരണം അല്പം കട്ടിയുള്ള പൊറോട്ട ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ അടച്ച് വെക്കാതെ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ കുറേ സമയം എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. ഇടയിൽ ഇതുപോലെ അല്പം നെയ്യ് മുകളിൽ പുരട്ടി കൊടുക്കാം, ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ. ഒരു 2-3 മിനിറ്റ് സമയം കൂടുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കുക. ഇതുപോലെ ഒരു 3-4 പ്രാവശ്യമെങ്കിലും തിരിച്ചും മറിച്ചും ഇട്ട് ചെറിയ തീയിൽ കുറേ സമയം ഇത് വേവിച്ചെടുക്കുക. എങ്കിലേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഞാനിതിപ്പോൾ ഒരു 5-6 പ്രാവശ്യം വരെ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ചെറിയ തീയിൽ വേവിക്കുകയാണ്. 10 മിനിറ്റോളം എടുത്തു ഇത് നന്നായിട്ട് വെന്ത് കിട്ടാൻ.
ഇപ്പോൾ നമ്മുടെ പൊറോട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 മിനിറ്റോളം സമയമെടുത്തു ഇത് ഇത്രയും നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വേവിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ തിന്നുന്ന സമയത്ത് ഒരു പച്ച പോലെ ഉണ്ടാവും. ബാക്കിയുള്ള പൊറോട്ടയും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റഫ്ഡ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ് ഇത് കഴിക്കാൻ. നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്കിത് വൈകുന്നേരം സ്നാക്സ് ആയിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിന്നറിൻ്റെ സമയത്ത് വേണമെങ്കിലും കഴിക്കാം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്